വർഷങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് ഫുട്ബോൾ വമ്പന്മാരായ ബാഴ്സലോണയുടെ പ്രസിഡന്റ് കടുത്ത നിരാശയിലൂടെ കടന്നുപോയ ദിവസങ്ങൾ. 2 സീസണുകളിലായി കിരീടങ്ങളൊന്നും ബാഴ്സയുടെ ക്യാബിനിലേക്ക് എത്തിയിട്ടില്ല. ഡ്രസ്സിംഗ് റൂമിൽ അന്നത്തെ സൂപ്പർ താരങ്ങളായ റൊണാൾഡീഞ്ഞോയും ഡെക്കോയുമെല്ലാം ഉണ്ട്. പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ അച്ചടക്കക്കുറവുണ്ട്. ഇത് മനസ്സിലാക്കിയ ലപ്പോർട്ട ചില മാറ്റങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു. അന്നത്തെ ബാഴ്സ പരിശീലകനായിരുന്ന ഫ്രാങ്ക് റൈക്കാർഡിനെ മാനേജർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പകരം മാനേജർ എന്ന ചിന്ത ആദ്യം പോയത് ജോസ് മൗറീഞ്ഞോയിലേക്കായിരുന്നു. ചെൽസി വിട്ട മൗറീഞ്ഞോ മറ്റൊരു ക്ലബിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ബാഴ്സലോണ ബി ടീമിൻ്റെ പരിശീലകനെ കാണാനാണ് ലപ്പോർട്ട തീരുമാനിച്ചത്. 3ാം കുഞ്ഞിൻ്റെ പിറവിയെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ബാഴ്സ ബി ടീമിൻ്റെ പരിശീലകൻ. ആശുപത്രിയിലെത്തിയ ലപ്പോർട്ട അയാളെ അഭിനന്ദിച്ചു. താങ്കളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരുന്നു, അഭിനന്ദനം, ലപ്പോർട്ട അറിയിച്ചു. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഇനി മുതൽ താങ്കൾ ബാഴ്സയുടെ 1ാം ടീമിൻ്റെ പരിശീലകനാണ്, ലപ്പോർട്ട കൂട്ടിച്ചേർത്തു. എന്നാൽ ബാഴ്സയ്ക്ക് അതിനുള്ള ധൈര്യമില്ല എന്നായിരുന്നു ആ പരിശീലകൻ മറുപടി നൽകിയത്. ധൈര്യമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ബാഴ്സ പ്രസിഡന്റിന്റെ മറുപടി. ക്ലബ് മാനേജ്മെന്റിലെ ഭൂരിഭാഗം പേരും മൗറീഞ്ഞോ പരിശീലകനായി വരുന്നതിനെയാണ് പിന്തുണച്ചത്. എന്നാൽ തന്റെ തീരുമാനം ലപ്പോർട്ട പ്രഖ്യാപിച്ചു. 2ാം ഡിവിഷനിൽ ബാഴ്സയുടെ പരിശീലകനായി മികവ് തെളിയിച്ചൊരാൾ, കറ്റാലിയൻ ക്ലബിന്റെ മുൻ താരം. അയാൾ ഇനി ബാഴ്സയുടെ സീനിയർ ടീമിനെ കളി പഠിപ്പിക്കും. കാൽപന്തിന്റെ ചരിത്രം തിരുത്തി എഴുതുന്നതിന് മുമ്പുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു അത്. 37കാരനായ ആ മാനേജറുടെ പേരാണ് പെപ്പ് ഗാർഡിയോള. ബാഴ്സ മാനേജ്മെന്റ് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു പെപ്പിന്റെ പ്രകടനം. ടിക്കി ടാക്ക കളിശൈലിയുടെ പരിഷ്കരിച്ച പതിപ്പ് പെപ്പ് അവതരിപ്പിച്ചു. വേഗത്തിൽ ചെറിയ പാസുകൾ നൽകി. താരങ്ങൾ സ്ഥാനം മാറി കളിച്ച് പന്ത് കൈവശം വെച്ച് കളിക്കുക എന്നതാണ് ഈ രീതി. പന്ത് കാലുകളിലുണ്ടെങ്കിൽ എതിരാളികൾക്ക് ഗോളുകൾ നേടാനാവില്ലെന്നതാണ് ഈ തന്ത്രത്തിന്റെ അടിസ്ഥാനം. സാവി ഹെർണാണ്ടസ്, ആന്ത്രസ് ഇനിയേസ്റ്റ എന്നിവർക്കൊപ്പം യുവതാരം ലിയോണൽ മെസ്സിയും ബാഴ്സയുടെ പ്രധാന താരങ്ങളായി. മെസ്സിയെ മുന്നിൽ നിർത്തി ഫാൾസ് 9 എന്നൊരു തന്ത്രവും പെപ്പ് ഒരുക്കിവെച്ചു. മെസ്സി മുൻനിരയിൽ നിന്നും മധ്യനിരയിൽ ഇറങ്ങി കളിക്കുന്നതായിരുന്നു ഈ തന്ത്രം. ഇതുവഴി എതിരാളികളുടെ പ്രതിരോധത്തിൽ ഇടമുണ്ടാക്കി. ലോകത്തെ ഏറ്റവും മികച്ച ഫാൾസ് 9 താരമായി മെസ്സി മാറിയത് പെപ്പിന്റെ തന്ത്രത്തിലൂടെയായിരുന്നു. കളിക്കളത്തിലെ പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ ബാഴ്സ ഒന്നാകെ മുന്നേറി. 2009 മാത്രം 6 കിരീടങ്ങൾ കറ്റാലന്മാർ സ്വന്തമാക്കി. 2012 ബാഴ്സ വിടുമ്പോഴേക്കും പെപ്പ് 14 കിരീടങ്ങൾ സ്വന്തമാക്കിയിരുന്നു. 2013 മുതൽ ജർമ്മൻ ക്ലബ്ബായ ബയേൺ മ്യൂണിക്കിലായിരുന്നു പെപ്പിന്റെ സ്ഥാനം. റോബർട്ട് ലെവൻഡോവ്സ്കി, ആര്യൻ റോബൻ, ഫ്രാങ്ക് റിബറി, ഫിലിപ്പ് ലാം തുടങ്ങിയ ലോകോത്തര താരങ്ങൾ പെപ്പിനൊപ്പമുണ്ടായിരുന്നു. ബയേണിന് വിജയങ്ങൾ തുടർക്കഥയായി. 161 മത്സരങ്ങൾ പരിശീലകനായതിൽ 121ലും പെപ്പിന്റെ തന്ത്രങ്ങൾ വിജയം നേടി. 2016 പെപ്പ് ബയേണിന്റെ പടിയിറങ്ങി. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയായിരുന്നു പുതിയ തട്ടകം. അന്ന് ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും അധികം ആവശ്യക്കാരുള്ള മാനേജറായിരുന്നു പെപ്പ് ഗാർഡിയോള. എങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗിലെ പെപ്പിന്റെ പ്രകടനം കാണാൻ കളി നിരീക്ഷകർ കാത്തിരുന്നു. പക്ഷേ ആ കടമ്പയും ഗാർഡിയോള വിജയകരമായി പൂർത്തിയാക്കി. 6 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും 1 തവണ ചാമ്പ്യൻസ് ലീഗും സിറ്റിക്കായി ഗാർഡിയോള സ്വന്തമാക്കി. 2020 മുതൽ 2024 വരെ തുടർച്ചയായി 4 വർഷം സിറ്റിക്കായിരുന്നു പ്രീമിയർ ലീഗ് കിരീടം. ചരിത്രത്തിൽ ആദ്യമായാണ് പ്രീമിയർ ലീഗിൽ ഒരു ടീം തുടർച്ചയായി 4 തവണ കിരീട വിജയം സ്വന്തമാക്കുന്നത്. 2020-2021 സീസണിൽ ഗാർഡിയോളയുടെ കീഴിൽ സിറ്റി ട്രെബിൾ നേട്ടവും സ്വന്തമാക്കി. കഴിഞ്ഞ സീസണിലാണ് പെപ്പിന്റെ തന്ത്രങ്ങൾ പാളാൻ തുടങ്ങിയത്. ഒരൊറ്റ കിരീട വിജയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇത്തവണ പ്രീമിയർ ലീഗ് വിജയത്തിനായി മുൻനിരയിലുണ്ടെന്നതാണ് സിറ്റിയുടെ ആശ്വാസം. 2027 വരെ സിറ്റിക്കൊപ്പം കരാറുണ്ടെങ്കിലും പെപ്പിന് ഇംഗ്ലീഷ് ക്ലബിൽ ഇത് അവസാന സീസണായിരിക്കുമെന്നാണ് അണിയറക്കഥകൾ. പകരക്കാരനായുള്ള പട്ടിക സിറ്റി തയ്യാറാക്കാൻ തീരുമാനിച്ചതാണ് അഭ്യൂഹങ്ങൾ ശക്തിപ്പെടാൻ കാരണം. ഇനിയൊരു ക്ലബിന്റെ മാനേജറാകാൻ താനില്ലെന്ന് 55കാരനായ പെപ്പ് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പെപ്പ് യുഗത്തിന് ഒരുപക്ഷെ അവസാനമായേക്കും.